PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മാത്സിലെ ചെറിയ ഒരു ട്രിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂട്ടുപലിശ കണക്കാക്കുന്ന രീതി. നമ്മളത് ഇക്വേഷൻ കൂടാതെ തന്നെ എങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേഗം LDC പരീക്ഷയ്ക്ക് അതിന് ആൻസർ ചെയ്യാനുള്ള ഒരു ട്രിക്സുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കാം, ഇത് നമ്മൾ ഇക്വേഷനൊക്കെ എഴുതി വരുമ്പോഴേക്കും LDC പരീക്ഷയ്ക്ക് പോയി ഹാളിൽ ഇരുന്ന് അതൊരു പരീക്ഷയ്ക്ക് ആ ഇക്വേഷൻ എഴുതി വരുമ്പോഴേക്കും ഇതിന്റെ സമയം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മനസ്സിൽ വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന രീതി എങ്ങനെയാ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. നമുക്ക് 8000 രൂപയ്ക്ക് 5% കൂട്ടുപലിശ നിരക്കിൽ, എത്ര? 5% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്ര? അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു ആൻസർ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഒക്കെ എഴുതുകയാണെങ്കിൽ A = P × 1 + R/100 ദി ഹോൾ സ്ക്വയർ എന്നൊക്കെ എഴുതണം. ഇതൊന്നും നമുക്ക് പരീക്ഷാ ഹാളിൽ പോയ ഓർമ്മയെ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വേഗം കണക്കാക്കുന്ന രീതി എന്താണെന്ന് നോക്കാം. 8000 ഇൻറ്റു, നമുക്കറിയാം ഒരു വർഷത്തേക്ക് സാധാരണ പലിശ എങ്ങനെ കണക്കാക്കുക? 8000 ഇൻറ്റു 5/100. അപ്പൊ 2 0 വെട്ടിപ്പോയി, ബാക്കി 80 × 5 8 5 40 400 അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. ഒരു വർഷത്തേക്ക് നമുക്ക് 8000 രൂപയ്ക്ക് നിക്ഷേപിച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ തുക കിട്ടുന്നത് 400 രൂപയാണ്. ഈ 400ന്റെ കൂടെ ഏത് കൂടി ചേർക്കണം? നമ്മുടെ എമൗണ്ട് എത്ര രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത്? 8000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത്. ഈ 8000ഉം അതുപോലെ തന്നെ ഇത് ഏതാണ്? നമുക്ക് പലിശ കിട്ടിയ എമൗണ്ട് ആണ് അല്ലെ? 8000 രൂപയ്ക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന ഒരു വർഷത്തേക്ക് കിട്ടുന്ന തുക എത്രയാണ്? 400. അപ്പൊ ഈ 8000ഉം 400ഉം കൂടി ചേർത്ത് 8400 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 വർഷം കൂട്ടുപലിശ 2 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ 8400നെയാണ് ഇനി എന്ത് ചെയ്യേണ്ടത്? 5% നിരക്കിൽ നമ്മൾ കാണുക. അപ്പൊ 2 ഇത് വെട്ടിപ്പോയി, 84 × 5 ചെയ്യാം. 84 × 5 8 5 4 20 ശിഷ്ടം 2 8 5 40 40 + 2 42. അപ്പൊ എത്ര കിട്ടി? ആദ്യത്തെ വർഷം 8400, അതായത് 8000 മുതൽ 400 പലിശയും 8400 ആയി. ഈ 8400 ഈ പലിശയും കൂടിയിട്ട്, ഏത് പലിശ? 420 രൂപ പലിശയും കൂടി ചേർത്താൽ 8400 + 420. അപ്പൊ എത്ര കിട്ടി? 8820 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുക? കൂട്ടുപലിശ നിരക്കില് 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്ന തുക 8820 രൂപ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുക.